നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC ഇന്ന് നടത്തിയ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മെയിൻസ് എക്സാമിന്റെ പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കഷനാണ്. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരിയായി ചേരുംപടി ചേരുന്നത്? ഇവിടെ ചേരുംപടി ചേരുന്നത് ഒന്ന് മാത്രമാണ്. അൽഫോൺസോ ഡി അൽബുക്കർക്ക് മിക്സഡ് കോളനികളുടെ നയം എന്നതാണ് കറക്റ്റ് ഉത്തരം. അടുത്ത ചോദ്യം, ഇനി പറയുന്ന വാക്യങ്ങൾ വായിച്ച് താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കുക. 1757 പ്ലാസി യുദ്ധത്തിൽ ബംഗാളിൽ തുടങ്ങി ഇന്ത്യൻ പ്രദേശത്തിന്റെ വിപുലീകരണത്തിൽ ബ്രിട്ടീഷുകാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇന്ത്യൻ പ്രസിന്റെ വിമോചകൻ എന്നാണ് ചാൾസ് മെറ്റ്കാഫ് അറിയപ്പെടുന്നത്. ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയെ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്ന് വിളിക്കാറുണ്ട്. ഇത് മൂന്നുമാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരിയായി ചേരുംപടി ചേരുന്നത്? സ്റ്റാമ്പ് ആക്ട് ജോർജ് ഗ്രെയിൻവില്ലെ, ഹാങ്കോ സംഭവം ലീ യുവാൻ ഹങ്. ഇത് രണ്ടുമാണ് കറക്റ്റ്. താഴെ പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് തെറ്റ്? തെറ്റായിട്ടുള്ള പ്രസ്താവന ബി ആണ്. ബാക്കിയെല്ലാം ശരിയാണ്. ഇന്ത്യയിൽ ദുരന്ത ഇൻഷുറൻസ് നടപ്പാക്കിയ ആദ്യ സംസ്ഥാനമായി നാഗാലാൻഡ് മാറി. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ പുരസ്കാരമാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം. ഓസ്ട്രേലിയൻ ഓപ്പൺ സൂപ്പർ 500 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ HS പ്രണോയ് റണ്ണറപ്പായി. ഇത് മൂന്നും ശരിയാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, താപനില വിപരീതത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ശരിയായിട്ടുള്ള പ്രസ്താവന കണ്ടെത്തുക. താപനില വിപരീതം മണ്ണിനോട് ചേർന്നുള്ള മലിനീകരണ വസ്തുക്കളെ കുടുക്കാൻ കഴിയും. ശാന്തമായ കാറ്റുള്ള തെളിഞ്ഞ രാത്രികളിലാണ് താപനില വിപരീതം സാധാരണയായി സംഭവിക്കുന്നത്. ഇത് രണ്ടുമാണ് കറക്റ്റ്. അടുത്ത ചോദ്യം നോക്കാം. 2011 സെൻസസിലെ ജനസംഖ്യയെ അടിസ്ഥാനമാക്കി താഴെ പറയുന്ന ജില്ലകളെ അവരോഹണ ക്രമത്തിൽ ക്രമീകരിക്കുക. അവരോഹണ ക്രമത്തിൽ ക്രമീകരിക്കുമ്പോൾ ആദ്യം മലപ്പുറം, രണ്ടാമത് തിരുവനന്തപുരം, മൂന്നാമത് എറണാകുളം, നാലാമത് തൃശൂർ. ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന 10th പ്രിലിംസ് 2024 വേണ്ടി പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ആയിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പ് എടുക്കുമ്പോൾ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് എന്നൊരു ബാച്ച് കോഴ്സ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ കോഴ്സിലാണ് പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ആയിട്ട് ഫുൾ, അതായത് 2024 നടക്കാനിരിക്കുന്ന ഡിസംബർ മാസം നടക്കാനിരിക്കുന്ന പ്രിലിംസ്, 2025 നടക്കാനിരിക്കുന്ന മെയിൻസും കൂടി ഉൾപ്പെടെ നിങ്ങൾ ആ ഒരു ബാച്ച് കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി. സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ്. അപ്പോൾ ആ ഒരു ബാച്ചിൽ തന്നെ ബാക്കി പോസ്റ്റുകളെല്ലാം കവറായി പോകും. സ്റ്റോർ കീപ്പർ, അതുപോലെ പിയൂൺ മുതലായ പോസ്റ്റുകളെല്ലാം അതിനകത്ത് തന്നെ കവറായി പോകും. ഇനി 2025 പ്രിലിംസിന് വേണ്ടി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് 10th പ്രിലിംസ് 2025 എന്ന പേരിൽ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡ് ആയിട്ട് ഇപ്പോഴേ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ബാച്ച് കോഴ്സിനും നിങ്ങൾക്ക് പ്രിലിംസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 50 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഇട്ടിട്ടുണ്ട്. പ്രിലിംസിന് സെപ്പറേറ്റ് ഫോൾഡർ ഉണ്ട്. പ്രിലിംസിന് പഠിക്കേണ്ട പോർഷൻസ് എല്ലാം ആ ഫോൾഡറിനകത്ത് നോക്കി പഠിച്ചാൽ മതി. വിത്ത് സ്റ്റഡി പ്ലാൻ ആണ്. പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷം മെയിൻസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഫോൾഡർ ഉണ്ട്. അതിന് ഇതുപോലെ വീക്ക്ലി സ്റ്റഡി പ്ലാൻ, Day 1 Day 2 എന്ന് പറഞ്ഞിട്ട് വീക്ക്ലി സ്റ്റഡി പ്ലാനും വീക്ക്ലി എക്സാംസും കൂടി ഫുൾ സിലബസ് വൈസ് ആയിട്ടുള്ള ക്ലാസ്. അപ്പോൾ ഇതിനകത്ത് എല്ലാം തന്നെ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, അതുപോലെ ഡൗട്ട് ക്ലിയറിംഗ്, എന്നോട് ഡയറക്ട്ലി ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ, ഷുവർ ഷോട്ട് ആൻഡ് മന്ത്ലി കറണ്ട് അഫയേഴ്സ് എല്ലാം കിട്ടുന്നതായിരിക്കും കേട്ടോ. ഒരു സുവർണ അവസരമാണ്. ഇപ്പോഴാകുമ്പോൾ ഫീസിന് 1 ഡിസ്കൗണ്ടും ഉണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എത്രയും വേഗം ജോയിൻ ചെയ്യാം. ഡിസംബർ മാസം പ്രിലിംസ് വരാനിരിക്കുകയാണ്. അപ്പോൾ പ്രിലിംസിന് വേണ്ടിയിട്ട് നിങ്ങൾ സെക്രട്ടേറിയറ്റ് OA പ്രിലിംസ് ആൻഡ് മെയിൻസ് ബാച്ച് കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി. രണ്ടിനുള്ള ക്ലാസ് അതിനകത്ത് കിട്ടുന്നതായിരിക്കുമേ. ഓക്കെ, അപ്പോൾ ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് ക്ലാസ്സുകളെല്ലാം വരുന്നത്. പിന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന LDCയുടെയും ഫുൾ റിലേറ്റഡ് ഫാക്ട്സ്, ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് പാലക്കാട് ആലപ്പുഴ വരെയുള്ള ഫുൾ 100 ചോദ്യങ്ങളുടെയും റിലേറ്റഡ് ഫാക്ട്സ് നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും പ്രയോജനപ്പെടുത്താവുന്നതാണ്. LDCയുടെ ബാച്ച് കോഴ്സ് പോകുന്നുണ്ട്, അതിലും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ ക്ലാസ്സും ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.
താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ താഴേന്ന് ചൂസ് ചെയ്ത് എഴുതുക. ആദ്യത്തെ പ്രസ്താവന തെറ്റാണ്, രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. ക്രിസ്റ്റേഷ്യസ് കാലഘട്ടത്തിലെ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ മൂലമാണ് ഡെക്കാൻ പീഠഭൂമി രൂപപ്പെട്ടത് എന്നതാണ് കറക്റ്റ്. ഉയരുന്ന താപനിലയും കുറഞ്ഞ മഴയും മൂലം നദിയിലെ ജലം ചരിത്രപരമായ താഴ്ന്ന നിലയിലെത്തിയതിനാൽ ആഗോളതാപനത്തിന്റെ ഏറ്റവും പുതിയ ഇരയായി മെക്കൻസി നദി അടുത്തിടെ ലോകമെമ്പാടും താൽപര്യം ജനിപ്പിച്ചു. മെക്കൻസി നദി സ്ഥിതി ചെയ്യുന്ന രാജ്യം തിരിച്ചറിയുക. കാനഡയാണ്, കാനഡ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവ ചേരുംപടി ചേർക്കുക. ജനകീയ പദ്ധതി MN റോയ്, ബോംബെ പ്ലാൻ JRD ടാറ്റ, ഗാന്ധിയൻ പദ്ധതി ശ്രീമാൻ നരേൻ, ദേശീയ ആസൂത്രണ സമിതി ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ സി ആണ് ഉത്തരം. താഴെ പറയുന്നവയിൽ ഏത് പരോക്ഷ നികുതിയാണ് GSTയിൽ ഉൾപ്പെടുത്താത്തത്? GSTയിൽ ഉൾപ്പെടുത്താത്തത് കസ്റ്റംസ് ഡ്യൂട്ടിയാണ്, കസ്റ്റംസ് ഡ്യൂട്ടി. അടുത്ത ചോദ്യം, ന്യൂ അഗ്രികൾച്ചറൽ സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ട് ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഉപാധിയായും സാമൂഹ്യ നീതിക്കുള്ള ഉപകരണമായും സ്ഥാപനപരമായ പരിഷ്കാരങ്ങൾ ഉപേക്ഷിച്ചു. ശരിയാണ്. വില ഇൻസെന്റീവുകളാൽ പിന്തുണയ്ക്കപ്പെടുന്ന ഒരു സാങ്കേതിക വിദ്യയുടെ നേതൃത്വത്തിലുള്ള വളർച്ചാ പ്രക്രിയയ്ക്ക് ഏകീകൃത ഊന്നൽ നൽകി. ശരിയാണ്. വളർച്ചയുടെ ആദ്യ ഓപ്ഷന് സമ്പദ് വ്യവസ്ഥയിലെ ദാരിദ്ര്യം കുറയ്ക്കുന്നതിന് ഉപതന്ത്രം ആവശ്യമാണ്. ശരിയാണ്. മുകളിൽ പറഞ്ഞവയെല്ലാം അതാണ് ഉത്തരം. അടുത്തത്, സാത്-ഇ എന്നത് എന്ത് പദ്ധതിയാണ്? മനുഷ്യ മൂലധനത്തെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള സുസ്ഥിര നടപടി വിദ്യാഭ്യാസമാണ്. ഡാഷ് നൽകിയ അധികാരങ്ങൾ അനുസരിച്ചാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്ഥാപിച്ചത്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ടിന്റെ 1985 സെക്ഷൻ 4 ഉപവകുപ്പ് 2 പ്രകാരം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ കേരളത്തിലെ താഴെ പറയുന്നവയിൽ ഏതെല്ലാം ജില്ലകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? വയനാടും പാലക്കാടുമാണ്. വയനാടും പാലക്കാടും. കേരളത്തിലെ അക്ഷയ പദ്ധതിയെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ്? പൈലറ്റ് ഇംപ്ലിമെന്റേഷൻ 2003 ആയിരുന്നു എന്നതാണ് തെറ്റ്. സംസ്ഥാനത്ത് ഈ സാക്ഷരത നൽകുന്നതിനായി അക്ഷയ പദ്ധതി ആരംഭിച്ചു. മെച്ചപ്പെട്ട സേവന വിതരണത്തിലൂടെ മികച്ച പൗരഭരണ പങ്കാളിത്തത്തിൽ അക്ഷയ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അക്ഷയ പദ്ധതി ആദ്യം ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലാണ്. ഇതെല്ലാം ശരിയാണ്. തിരുവിതാംകൂർ കലാപത്തിന്റെ മാഗ്ന കാർട്ട എന്ന് വാഴ്ത്തപ്പെട്ട വിളംബരം തിരിച്ചറിയുക. പാട്ടം വിളംബരമാണ് 1865, അതായത് 1040. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 8 പ്രധാന ഡിവിഷനുകളാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നത്. ഈ വിഭാഗങ്ങളുടെ ഭാഗമല്ലാത്ത ഒന്ന് തിരിച്ചറിയുക. കേന്ദ്രീകൃത ആസൂത്രണ വിഭാഗം. അടുത്തിടെ കേരളം മനുഷ്യമൃഗ സംഘർഷത്തെ സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചു. സംസ്ഥാന പ്രത്യേക ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടെത്തുക. തീരദേശ ശോഷണം കേരളത്തിലെ ഒരു സംസ്ഥാന പ്രത്യേക ദുരന്തമാണ്. അടുത്തത്, വന്യജീവി സംരക്ഷണ നിയമം ഉൾപ്പെടെയുള്ള മറ്റു മാനദണ്ഡങ്ങൾ മറികടന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നടപടികൾ സ്വീകരിക്കാം. ഇത് രണ്ടുമാണ് ശരി. എന്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്രാ? നിയാസിനാണ്, നിയാസിൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ആരോഗ്യ സൂചകമല്ലാത്തത്? വിവാഹ സൂചകങ്ങളാണ്. പ്രായപൂർത്തിയായ ഒരു മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206. താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ അല്ലാത്തത് ഏത്? വിറ്റാമിൻ സി ആണ്, വിറ്റാമിൻ സി. ഫൈലേറിയാസിന്റെ കാരണക്കാരനായ ജീവി ഏത്? ബുച്ചറേറിയ ബാൻക്രോഫ്റ്റിയാണ്. കൊറോണറി ഹൃദ്രോഗം തടയുന്നതിന് ശുപാർശ ചെയ്യുന്ന ഭക്ഷണക്രമത്തിൽ താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ഉപ്പിന്റെ അളവ് പ്രതിദിനം 10 ഗ്രാമായി കുറയ്ക്കുക എന്നുള്ളത്. 2024 ലോകാരോഗ്യ ദിന തീം എന്താണ്? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ്. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. 2000 ഒരു സാധനത്തിന്റെ വില 25% വർദ്ധിച്ചു.
2001 40% വർദ്ധിച്ചു. 2002 30% കുറഞ്ഞു. 2003 തുടക്കത്തിൽ സാധനത്തിന്റെ വില 980 ആണെങ്കിൽ 2000 തുടക്കത്തിൽ സാധനത്തിന്റെ വില എത്ര? 800 ആണ്. 800. മിസ്റ്റർ എക്സും മിസ്റ്റർ വൈയും പ്രതിവർഷം യഥാക്രമം 2,50,000 രൂപയും 5 ലക്ഷം രൂപയും നിക്ഷേപിച്ച് ഒരു ബിസിനസ് ആരംഭിച്ചു. ഒരു വർഷത്തിനു ശേഷം മിസ്റ്റർ എക്സ് 2,50,000 രൂപ കൂടി ബിസിനസ്സിൽ നിക്ഷേപിച്ചു. അതേസമയം മിസ്റ്റർ വൈ ബിസിനസ്സിൽ നിന്നും 1 ലക്ഷം രൂപ പിൻവലിച്ചു. 2 വർഷം കഴിയുമ്പോൾ മൊത്തം ലാഭം 6,60,000 രൂപയാണെങ്കിൽ ഓരോരുത്തരുടെയും ലാഭം എത്രയാണ്? മിസ്റ്റർ എക്സിന് 3 ലക്ഷം രൂപയും വൈക്ക് 3,60,000 രൂപയും. 50 കിലോമീറ്റർ മാരത്തോൺ ഓട്ടത്തിൽ ഒരു അത്ലറ്റ് ആദ്യത്തെ 20 കിലോമീറ്റർ 5 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിലും പിന്നെ അടുത്ത 14 കിലോമീറ്റർ 7 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിലും അവസാന 16 കിലോമീറ്റർ 8 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിലും ഓടുന്നു എങ്കിൽ അത്ലറ്റിന്റെ ശരാശരി വേഗത എത്രയാണ്? 6.25 കിലോമീറ്റർ പെർ അവർ. മണിക്കൂറിൽ 64 കിലോമീറ്ററും മണിക്കൂറിൽ 46 കിലോമീറ്ററും ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന 2 വാഹനങ്ങൾ 2 മിനിറ്റിനുള്ളിൽ പരസ്പരം കടന്നു പോകുന്നു. ആദ്യത്തെ വാഹനത്തിന്റെ നീളം 150 മീറ്റർ ആണെങ്കിൽ രണ്ടാമത്തെ വാഹനത്തിന്റെ നീളം എത്രയാണ്? 450 മീറ്റർ. ഒരു ബക്കറ്റിന്റെ ആകൃതിയിലുള്ള ഒരു വാട്ടർ ടാങ്ക് മുകളിൽ 50 സെന്റിമീറ്ററും താഴെ 32 സെന്റിമീറ്ററും വ്യാസമാണ് ഉള്ളത്. 42 സെന്റിമീറ്റർ ഉയരമുള്ള വാട്ടർ ടാങ്കിന്റെ ശേഷി ലിറ്ററിൽ എത്രയാണ്? പൈയുടെ വില 22/7 ആയിട്ട് എടുക്കുക. 56.364 ലിറ്റർ. ചില ഭാഷകളിൽ കേരളത്തെ OIVEPE എന്ന് സൂചിപ്പിക്കുന്നു. അതേ ഭാഷയിൽ ഒറീസ എന്നത് എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്? സി ആണ് ഉത്തരം. തന്നിരിക്കുന്ന ശ്രേണിയിലെ അടുത്ത പദം 14, 34, 133, 352. അടുത്ത നമ്പർ ഏതാ വരുന്നത്? 1341. ഒരു കുടുംബ ചടങ്ങിനിടെ ഒരു സ്ത്രീ ഒരു പുരുഷനെ ചൂണ്ടി പറഞ്ഞു, എന്റെ അമ്മ അവന്റെ അമ്മയുടെ ഏക മകളാണ്. ആ സ്ത്രീക്ക് ആ പുരുഷനുമായുള്ള ബന്ധം എന്താണ്? മരുമകളാണ്. MNO എന്നത് ഒരു നഗരത്തിലെ 3 പട്ടണങ്ങളാണ്. NMൽ നിന്ന് കിഴക്ക് 20 കിലോമീറ്ററും ഓയിന് തെക്ക് 15 കിലോമീറ്ററും ആണെങ്കിൽ എന്നും ഓയ്ക്കും ഇടയിലുള്ള ദൂരം എത്രയാണ്? 25 കിലോമീറ്റർ ആണ്. അടുത്ത ചോദ്യം നോക്കാം. ABC എന്നിവയാണ് ഒരു പ്രദേശത്തെ 3 സ്ഥാപനങ്ങൾ. ഇൻസ്റ്റിറ്റ്യൂഷൻ എയിൽ ഓരോ 45 മിനിറ്റിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ബിയിൽ ഓരോ 1 മണിക്കൂറിലും ഇൻസ്റ്റിറ്റ്യൂഷൻ സിയിൽ ഓരോ 2 മണിക്കൂറിലും ബെല്ല് മുഴങ്ങുന്നു. 3 സ്ഥാപനങ്ങളിലും രാവിലെ 9-ന് ആദ്യത്തെ ബെല്ല് മുഴങ്ങുകയാണെങ്കിൽ അവയെല്ലാം ഒരുമിച്ച് ഏത് സമയത്താണ് അടിക്കുന്നത്? 3 PM. സെക്ഷൻ 420 IPC പ്രകാരമുള്ള വഞ്ചനയുടെ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ശരി? എല്ലാം ശരിയാണ്. ഇവിടെ തന്നിരിക്കുന്ന എല്ലാം ശരിയാണ്. ഇസഡ് പ്രമാണം ഒപ്പിട്ട് എക്സിന് കൈമാറുന്നില്ലെങ്കിൽ ഇസഡിന്റെ കുട്ടിയെ തെറ്റായ തടവിൽ പാർപ്പിക്കുമെന്ന് എക്സ് ഇസഡിനെ ഭീഷണിപ്പെടുത്തുന്നു. ഇസഡ് ഒരു നിശ്ചിത തുക എക്സിന് നൽകണമെന്ന് ഒരു പ്രോമിസറി നോട്ട് ബൈൻഡ് ചെയ്യുന്നു. ഇസഡ് രേഖയിൽ ഒപ്പിട്ട് എക്സിന് കൈമാറി പ്രമാണം സൂക്ഷിച്ചിരിക്കുന്നത് എക്സിന്റെ മേശയിലാണ്. സമ്മതമില്ലാതെ വിശ്വസ്തനായ ഒരു സേവകൻ എന്ന നിലയിലാണ് ഇത് M എടുത്തത്. ഈ സന്ദർഭത്തിൽ താഴെ പറയുന്നവയിൽ എന്തൊക്കെയാണ് ശരിയായിട്ടുള്ളത്? എക്സ് കൊള്ളയടിച്ചു എന്നുള്ളതാണ് ശരി. അടുത്ത ചോദ്യം, IPCയുടെ സെക്ഷൻ 304B പ്രകാരം ഉപയോഗിക്കുന്ന മരണത്തിന് തൊട്ടു മുൻപ് എന്ന പദപ്രയോഗവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ബിയും സിയുമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഉത്തരം D ആണ്. പരസ്പരം വസ്തുതകളും സാഹചര്യങ്ങളും അടിസ്ഥാനമാക്കി കോടതി നിർണയിക്കാൻ അവശേഷിക്കുന്നു. സ്ത്രീധനത്തിന്റെ ആവശ്യകതയെ അടിസ്ഥാനമാക്കിയുള്ള ക്രൂരതയുടെ ഫലവും മരണവും തമ്മിലുള്ള സാമീപ്യവും തത്സമയവുമായ ബന്ധത്തിന്റെ അസ്തിത്വത്തെ സൂചിപ്പിക്കുന്നു. ആശ്രമം സ്കൂളിലെ അന്തേവാസിയായ 16 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയെ ഭാര്യ ആശുപത്രിയിലായിരിക്കെ വീട്ടുജോലികൾ ചെയ്യാൻ സ്കൂൾ മാനേജർ വിളിച്ചു വരുത്തി. ഈ പ്രവൃത്തി ചെയ്യരുതെന്ന് വാക്കാൽ പറഞ്ഞ് അവൾ എതിർത്തെങ്കിലും അയാൾ അവളെ ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിച്ചു. ഈ സംഭവം ആരോടും പറയരുതെന്നും അല്ലെങ്കിൽ പരീക്ഷയിൽ തോൽക്കുമെന്നും പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്തു. IPCയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് സ്കൂൾ മാനേജർ ഈ കുറ്റം ചെയ്യുന്നത്? ഉത്തരം
ഓപ്ഷൻ ബി ആണ് വകുപ്പ് 376C പ്രകാരം. അടുത്ത ചോദ്യം, സ്വകാര്യ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം മരണത്തിലേക്ക് നയിക്കുന്നില്ല. ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് കീഴിലുള്ള ജുഡീഷ്യൽ നടപടികൾ വിഭാവനം ചെയ്യുന്നവ തെളിവുകളുള്ളതോ നിയമപരമായി സത്യപ്രതിജ്ഞ ചെയ്തതോ ആയ എല്ലാ നടപടികളും. താഴെ പറയുന്നവയിൽ ഏതാണ് അറസ്റ്റിലായ വ്യക്തിയുടെ അവകാശങ്ങൾ? എല്ലാം ശരിയാണ്. ഇവിടെ തന്നിരിക്കുന്ന എല്ലാം ശരിയാണ്. സെക്ഷൻ 64 CRPC പ്രകാരം വിളിച്ച വ്യക്തിയെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്ന സമൻസ് സേവിക്കുന്ന സ്വീകാര്യമായ രീതി ഏത്? തനിക്കൊപ്പം താമസിക്കുന്ന കുടുംബത്തിലെ പ്രായപൂർത്തിയായ ചില പുരുഷന്മാർക്ക് തനിപ്പകർപ്പുകളിൽ ഒന്ന് നൽകുക. CRPCക്ക് കീഴിലുള്ള ഏത് വ്യവസ്ഥയാണ് നല്ല പെരുമാറ്റത്തിനോ നല്ല പെരുമാറ്റ ബന്ധത്തിനോ വേണ്ടിയുള്ള സുരക്ഷ എന്ന ആശയം ഉൾക്കൊള്ളുന്നത്? ഇവ പറഞ്ഞ എല്ലാം ശരിയാണ്. സെക്ഷൻ 164 CRPC പ്രകാരം കുറ്റസമ്മതവും മൊഴികളും രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? പ്രത്യേക അധ്യാപകന്റെയോ പരിശീലകന്റെയോ സഹായത്തോടെ ഒരു വികലാംഗൻ നടത്തുന്ന പ്രസ്താവനകൾ വീഡിയോഗ്രാഫ് ചെയ്യണം എന്നതാണ് ശരി. അടുത്ത ചോദ്യം, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 സെക്ഷൻ 43 പരാമർശിച്ചിരിക്കുന്ന ഒരു പ്രവൃത്തി എങ്ങനെ ചെയ്താൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യമായി മാറും? സത്യസന്ധതയില്ലാതെ അല്ലെങ്കിൽ വഞ്ചനയോടെ. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ 3 വർഷം വരെ തടവും 1 ലക്ഷം വരെ പിഴയുമാണ്. താഴെ പറയുന്നവയിൽ സൈബർ ഭീകരതയുടെ ഏത് നടപടിയാണ് മരണത്തിനോ പരിക്കുകൾക്കോ സ്വത്ത് നശിപ്പിക്കുന്നതിനോ കാരണമാകുന്നത്? ഏതെങ്കിലും അംഗീകൃത വ്യക്തിക്ക് പ്രവേശനം നിഷേധിക്കുകയോ നിരസിക്കുകയോ ചെയ്യുക. ഇലക്ട്രോണിക് രൂപത്തിൽ ലൈംഗികത സ്പഷ്ടമാക്കുന്ന കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്യുകയോ ചെയ്തതിന് സെക്ഷൻ 67A പ്രകാരമുള്ള രണ്ടാമത്തെ അല്ലെങ്കിൽ തുടർന്നുള്ള ശിക്ഷയ്ക്കുള്ള പരമാവധി ശിക്ഷ എന്താണ്? 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 65-ാം വകുപ്പിൽ നിർവചിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ സോഴ്സ് കോഡിന്റെ ഭാഗമായി താഴെ പറയുന്നവയിൽ ഏതാണ് പരിഗണിക്കാത്തത്? കമ്പ്യൂട്ടർ ഹാർഡ്വെയർ സവിശേഷതകളാണ് പരിഗണിക്കാത്തത്. പകർപ്പവകാശ ലംഘനം ഉൾപ്പെട്ടാൽ വിവരങ്ങൾക്കായുള്ള അഭ്യർത്ഥന നിരസിക്കാൻ ആർക്കാണ് അധികാരം? കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർക്കാണ് അധികാരം. 2005 വിവരാവകാശ നിയമത്തിന്റെ 11-ാം വകുപ്പ് അനുസരിച്ച് കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിവരങ്ങൾ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതിനെ കുറിച്ച് 3-ാം കക്ഷിയെ എപ്പോഴാണ് അറിയിക്കേണ്ടത്? അപേക്ഷ സ്വീകരിച്ച് 5 ദിവസത്തിനുള്ളിൽ. 20 വർഷം പഴക്കമുള്ള വിവരങ്ങളുടെ വെളിപ്പെടുത്തൽ പരിമിതപ്പെടുത്താൻ സെക്ഷൻ 8 ഉപവകുപ്പ് 1 ഏതെല്ലാം ക്ലോസുകൾക്ക് കഴിയും? ക്ലോസുകൾ A, C, I. തങ്ങളുടെ സ്ഥിരീകരണ വേളയിലോ സത്യപ്രതിജ്ഞാ വേളയിലോ ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കാൻ പ്രതിജ്ഞയെടുക്കുന്ന പ്രവർത്തകർ ആരാണ്? മുഖ്യമന്ത്രിയാണ്. ജോഡികളിൽ ഏതാണ് ശരിയായി ചേരുംപടി ചേരുന്നത്? ചേരുംപടി ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ചെയർമാൻ എന്നുള്ളത്. താഴെ പറയുന്ന പ്രസ്താവനകൾ വായിക്കുക. ഏതാണ് ശരിയായിട്ടുള്ളത്? മൗലികാവകാശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടാൽ ആളുകൾക്ക് നിയമ നടപടി സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത്? 2 മാത്രമാണ് ശരിയല്ലാത്തത്, ബാക്കിയെല്ലാം ശരിയാണ്. ക്രിമിനൽ കുറ്റം ചുമത്തി കോടതി തടവിലാക്കിയ ഒരു വ്യക്തിയുടെ മോചനം ഉറപ്പാക്കാൻ ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിക്കാം. റിട്ട് പുറപ്പെടുവിച്ച വ്യക്തിയെയോ തടവിലാക്കപ്പെട്ട വ്യക്തിയെയോ കോടതിയുടെ അധികാര പരിധിയിലല്ലാത്തിടത്ത്. അടുത്ത ചോദ്യം, ഏത് ഭരണഘടനാ ഭേദഗതിയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളിൽ ട്രൈബ്യൂണലുകൾ സ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥ അവതരിപ്പിച്ചത്? 42-ാം ഭേദഗതിയാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ എന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട 3 പ്രസ്താവനകൾ. അതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. 1 അല്ലെങ്കിൽ 2 അല്ല. നൈദർ 1 nor 2 ആണ്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 360 പ്രകാരം സാമ്പത്തിക അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്ത പ്രസ്താവന? ശരിയല്ലാത്തത് 1 മാത്രമാണ്, ബാക്കിയെല്ലാം ശരി. പ്രഖ്യാപനം റദ്ദാക്കുന്നതിന്
പാർലമെന്റിന്റെ അംഗീകാരം ആവശ്യമില്ല. ഇന്ത്യയിൽ ഇന്ന് വരെ സാമ്പത്തിക അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയിട്ടില്ല. താഴെ പറയുന്നവയിൽ ഏതാണ് ആക്രമണകാരി ഒരു വിശ്വസനീയ സ്ഥാപനമായി നടിക്കുകയും ഒരു സിസ്റ്റത്തിന്റെ അനധികൃത ആക്സസ് നേടുകയും ചെയ്യുന്ന ആക്രമണം? IP സ്പൂഫിംഗ് ആണ്. ആന്തരിക ആശയവിനിമയത്തെ ബാഹ്യ നെറ്റ്വർക്കുകളിൽ നിന്നും ഒറ്റപ്പെടുത്തി നെറ്റ്വർക്ക് സുരക്ഷ വർദ്ധിപ്പിക്കുന്ന സാങ്കേതികതകളിൽ ഏതാണ്? സ്വകാര്യ IP വിലാസങ്ങളാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് സാധ്യതയുള്ള ഡിജിറ്റൽ തെളിവ് വ്യക്തമാക്കുന്നത്? അന്വേഷണത്തിന് പ്രസക്തമായേക്കാവുന്ന എന്നാൽ അതിന്റെ സമഗ്രതയ്ക്കും ആധികാരികതയ്ക്കും ഇന്ന് വരെ പ്രാമാണീകരിക്കപ്പെടുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഏതെങ്കിലും ഡിജിറ്റൽ ഡേറ്റ. അടുത്ത ചോദ്യം, ഒരു വലിയ കമ്പനിയുടെ കമ്പ്യൂട്ടർ ശൃംഖല റാൻസംവെയർ ആക്രമണത്തിൽ അപഹരിക്കപ്പെട്ടു. ഒന്നിലധികം സെർവറുകളിലും വർക്ക് സ്റ്റേഷനുകളിലുമായി ആക്രമണകാരി നിർണായക ഫയലുകൾ എൻക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡീക്രിപ്ഷൻ കീക്ക് പകരമായി മോചനദ്രവ്യം നൽകണമെന്ന് അവർ ആവശ്യപ്പെട്ടു. കമ്പനിയുടെ IT സെക്യൂരിറ്റി വിഭാഗം ആരംഭിച്ച താഴെ പറയുന്ന പ്രവർത്തനങ്ങളിൽ ലൈവ് ഫോറൻസിക് നടപടിയായി കണക്കാക്കാൻ കഴിയാത്ത ഒന്ന് തിരഞ്ഞെടുക്കുക. ഒരു ഹാർഡ് ഡ്രൈവ് അല്ലെങ്കിൽ SSD പോലുള്ള മുഴുവൻ സ്റ്റോറേജ് മീഡിയത്തിന്റെയും ബിറ്റ് ബൈ ബിറ്റ് കോപ്പി സൃഷ്ടിക്കുക എന്നുള്ളത്. താഴെ പറയുന്ന ബയോമെട്രിക്സിൽ ഏറ്റവും വിശ്വസനീയമായത് ഏതാണ്? DNA ആണ്. ഇമെയിൽ അയക്കുന്ന ആളുടെ ആധികാരികത ഉറപ്പാക്കുന്നതിനുള്ള ഒരു രീതി താഴെ പറയുന്നവയിൽ ഏതാണ്? ഡിജിറ്റൽ സിഗ്നേച്ചർ. ക്ലൗഡ് സ്റ്റോറേജിൽ ഡിജിറ്റൽ തെളിവുകളുടെ ആധികാരികത സ്ഥാപിക്കുന്നതിൽ ഏത് തരത്തിലുള്ള മെറ്റാ ഡേറ്റയാണ് ഏറ്റവും നിർണായകമായത്? ടൈം സ്റ്റാമ്പുകൾ സൃഷ്ടിക്കലും പരിഷ്കരിക്കലും. താഴെ പറയുന്ന ഏത് തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ CDR വിശകലനം ഏറ്റവും ഉപയോഗപ്രദമാണ്? ഫോൺ വഴിയുള്ള ഓൺലൈൻ തട്ടിപ്പ്. IPDR വിശകലനം ഉപയോഗിക്കുന്നത് മുകളിൽ പറഞ്ഞവയെല്ലാം നെറ്റ്വർക്ക് പ്രകടന നിരീക്ഷണം, അനധികൃത നെറ്റ്വർക്ക് ആക്സസ് അല്ലെങ്കിൽ അസാധാരണമായ ഉപയോഗ പാറ്റേണുകൾ തിരിച്ചറിയാൻ നെറ്റ്വർക്ക് ട്രാഫിക് നിരീക്ഷണം. ഒരു വ്യക്തിയുടെ ഫോൺ നഷ്ടപ്പെട്ടാൽ അത് പുതിയ സിം ഉപയോഗിച്ച് മറ്റൊരാൾ ഉപയോഗിക്കുന്നു. ഫോൺ തിരിച്ചറിയാൻ ഏറ്റവും ഉപകാരപ്രദമായ നമ്പർ ഏതാണ്? 15 അക്ക IMEI നമ്പറാണ്. ഇംപ്ലിസിറ്റ് അസോസിയേഷൻ ടെസ്റ്റ് IAT എന്നത് എന്തിന്റെ പരീക്ഷണമാണ്? മുൻവിധിയാണ്. മുൻവിധി. അടുത്ത ചോദ്യം നോക്കാം. ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്നും ഉത്തരം കണ്ടെത്തുക. കോഡുകൾ തന്നിട്ടുണ്ട്. ശ്രദ്ധയുടെ ലോഡ് സിദ്ധാന്തം താഴെ പറയുന്ന അനുമാനങ്ങൾ ഉൾക്കൊള്ളുന്നു. അത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഉയർന്ന പെർസെപ്ച്വൽ ലോഡ് വിഷ്വൽ മെഡാലിറ്റിയിൽ ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്ന ഇഫക്റ്റുകൾ കുറയ്ക്കുന്നു. പെർസെപ്ഷൻ ലോഡ്, കൊഗ്നിസിറ്റി ലോഡ് എന്നിവയുടെ ഫലങ്ങൾ പരസ്പരം സ്വതന്ത്രമാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. പിയാഷെയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ സെൻസറി മോട്ടോർ ഘട്ടത്തിന്റെ ഏത് ഉപഘട്ടത്തിലാണ് കുട്ടികൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ട്രയൽ ആൻഡ് എറർ ഉപയോഗിക്കുന്നത്? തൃതീയ വൃത്താകൃതിയിലുള്ള പ്രതികരണങ്ങൾ. താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്നും ഉത്തരം കണ്ടെത്തുക. സോഷ്യൽ ഫോബിയയിൽ ഉത്തരം 1, 2 എന്നിവയാണ് ശരി. സ്ഥാനചലനം, അടിച്ചമർത്തൽ, പ്രതീകവൽക്കരണം എന്നിവയാണ് പ്രധാന പ്രതിരോധ സംവിധാനങ്ങൾ. ഡോപാമിനർജിക് ഡിസ്ഫങ്ഷൻ ഉൾപ്പെട്ടിരിക്കുന്നു. 1, 2ആണ് ശരി. അടുത്ത ചോദ്യം, അവകാശവാദം A കാരണം R എന്നീ 2 പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്നും നിങ്ങളുടെ ഉത്തരം തിരഞ്ഞെടുക്കുക. A തെറ്റാണ്, R ശരിയാണ്. R എന്താണ്? നന്നായി പഠിച്ച മെയിൻ്റനൻസ് സ്ട്രാറ്റജികളെ തടയുന്ന ഏതൊരു വർക്കിംഗ് മെമ്മറി ടാസ്കും സങ്കീർണമായ അറിവിന്റെ നല്ല പ്രവചനമായി വർത്തിക്കുന്നു എന്നുള്ളത്. എറിക്സൺ നിർദ്ദേശിച്ചതുപോലെ മാനസിക സാമൂഹിക വികാസത്തിന്റെ ഓരോ ഘട്ടത്തിലും ഉയർന്നു വരുന്ന അടിസ്ഥാന ശക്തികളുടെ ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ A ആണ്. പ്രതീക്ഷ, ഇച്ഛ, ഉദ്ദേശം, കഴിവ്, വിശ്വസ്തത. അടുത്ത ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്നും ഉത്തരം കണ്ടെത്തുക. മനുഷ്യന്റെ പെരുമാറ്റത്തോടുള്ള ഫ്രോയിഡിന്റെ മനോവിശ്ലേഷണ സമീപനത്തിന്റെ പ്രധാന തത്വങ്ങൾ 1, 2, 4 എന്നിവയാണ് ശരിയായിട്ടുള്ളത്. മനോവിശ്ലേഷണം ഏകതത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഫ്രോയിഡിന്റെ സ്ഥിരതാ തത്വം നോൺ സൈക്കോ അനലിറ്റിക് സ്കൂളുകളും അംഗീകരിക്കുന്നു.
ലിബിഡോ സിദ്ധാന്തം വൈദ്യുത സങ്കല്പങ്ങളെ മാതൃകയാക്കി. താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്നും ഉത്തരം കണ്ടെത്തുക. വൈകാരിക അനുഭവത്തിന്റെ ന്യൂറോബയോളജിക്കൽ അടിസ്ഥാനം സൂചിപ്പിക്കുന്നവ ഏതൊക്കെയാണ്? 1, 2, 4 ആണ് ശരിയായിട്ടുള്ളത്. അബോധാവസ്ഥയിലുള്ള വൈകാരിക വികാരങ്ങളുടെ വികാസത്തിന് അമിഗ്ഡാല ഓർബിറ്റോ ഫ്രോണ്ടൽ ലിംബിക് ഡിവിഷൻ സഹായിക്കുന്നു. ഹിപ്പോകാമ്പൽ സിംഗുലേറ്റ് ലിംബിക് ഡിവിഷൻ അറിവുകളെ വൈകാരിക പ്രക്രിയയിലേക്ക് സമന്വയിപ്പിക്കുന്നു. സ്ത്രീ വിഷയങ്ങൾ ഇടതുവശത്തുള്ള മുറിവുകളുള്ള പാത്തോളജിക്കൽ കരച്ചിൽ വികസിപ്പിക്കുന്നു. അവകാശവാദം എ, കാരണം ആർ എന്നീ 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ശരിയായവ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 2ഉം ശരിയാണ്. പക്ഷെ ആർ എന്നത് എയുടെ ശരിയായ വിശദീകരണം അല്ല. വ്യക്തിപരമായ ഓർമ്മകൾ ഓർമ്മിക്കുമ്പോൾ പ്രായമായ ആളുകൾ ഒരു ഓർമ്മപ്പെടുത്തൽ ബമ്പ് കാണിക്കുന്നു. ലൈഫ് സ്ക്രിപ്റ്റ് സിദ്ധാന്തം പ്രായമായ ആളുകൾ കാണിക്കുന്ന ഓർമ്മപ്പെടുത്തൽ ബമ്പിന് പിന്തുണ നൽകുന്നു. ലൈഫ് ചാർട്ടുകൾ ഉപയോഗിച്ച് അസുഖമുള്ള ഒരു രോഗിയുടെ ജീവിതത്തിലെ മാറ്റങ്ങളെ ബന്ധപ്പെടുത്താൻ ശ്രമിച്ച പയനിയർ ആരാണ്? ഉത്തരം അഡോൾഫ് മേയർ ആണ്. അടുത്ത ഇംഗ്ലീഷ് ചോദ്യങ്ങൾ. ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ദ കറക്റ്റ് വേർഡ്. The story is that there has been a great dash disruption, a delay. ഉത്തരം ഓപ്ഷൻ എ ആണ്. അതായത് രണ്ടാമത്തത് ക്ലൈമാറ്റിക് ആണ് ഉത്തരം. ആഡ് സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ്സ്. 2 ചോദ്യം തന്നിട്ടുണ്ട്. വെയിറ്റ് എ മിനിറ്റ്, സംബഡി ഹാസ് കോൾഡ്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ക്യാൻ യുവും ഹാവിൻ ദേയും ആണ്. ഇൻസേർട്ട് സ്യൂട്ടബിൾ ആർട്ടിക്കിൾസ്. ടൈഗർ, അനിമൽ ഈക്വൽ ടു ലയൺ, ഇൻ സൈസ് ഈസ് നേറ്റീവ് ഓഫ് ഏഷ്യ. അപ്പോൾ ഇവിടെ ആർട്ടിക്കിൾസ് കൊണ്ട് ഫില്ല് ചെയ്യണം. എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യുന്നത്? ഇവിടെ ബി ആണ് ഉത്തരം. ബി എന്ന് വെച്ചാൽ രണ്ടാമത്തെ ഓപ്ഷൻ, അതായത് ഡി ആയിട്ട് വരും. ഓക്കെ, ദ ആൻഡ് ദ എ ആണ് വരേണ്ടത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? കറക്റ്റ് സ്പെല്ലിംഗ് ആയിട്ടുള്ള ജോഡിയാണ് കണ്ടെത്താൻ ചോദിച്ചേക്കുന്നത്. 4ാമത്തതാണ് ഉത്തരം. ഓക്കെ, ദ ആന്റോണിം ഓഫ് ആക്സിഡന്റൽ ഈസ്. ആക്സിഡന്റലിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഇന്റൻഷണൽ ആണ്. ഇന്റൻഷണൽ. ഐഡന്റിഫൈ ദ സിനോണിം ഓഫ് ഡിയാട്രൈബ്. ഡിയാട്രൈബിന്റെ മീനിങ് എന്താണ്? വെർബൽ അറ്റാക്ക് എഗെയിൻസ്റ്റ് എ പേഴ്സൺ ആണ്. 1 word ഫോർ എക്സ്ട്രീം ഫിയർ ഓഫ് ഡോഗ്സ്. എക്സ്ട്രീം ഫിയർ ഓഫ് ഡോഗ്സ് ഈസ് സിനോഫോബിയ ആണ്. സിനോഫോബിയ. He said that the horse has died in the night. Change into direct speech. Direct speech like ആക്കുമ്പോ he said the horse died in the night. Choose the correct answer. Neither of the boys dash on time to catch the bus home. Everyone of them dash going home early. 2 ചോദ്യം തന്നിട്ടുണ്ട്. ഉത്തരം വാസും വാസും ആണ് വരുന്നത്. വാസും വാസും. അടുത്ത ചോദ്യം. സ്റ്റേറ്റ് വെദർ ദ ഇറ്റാലിസൈസ്ഡ് വെർബ് ഈസ് എ ഡൈനാമിക് വെർബ് ഓർ എ സ്റ്റാറ്റീവ് വെർബ്. ഡൈനാമിക് ആൻഡ് സ്റ്റാറ്റീവ് വെർബ്സ് സീം വെരി കൺഫ്യൂസിംഗ് ടു സം പീപ്പിൾ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. അതായത് സ്റ്റാറ്റീവ് ആണ്. സ്റ്റാറ്റീവ്. അടുത്ത മലയാളം ചോദ്യം. വിഹഗം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പക്ഷി എന്നതാണ്. പക്ഷി. പ്രത്യേകം എന്ന പദം പിരിച്ചെഴുതുന്നത് പ്രതി അധികം ഏകം. സ്വാശ്രയം എന്ന വാക്കിന്റെ വിപരീത പദം എന്താണ്? പരാശ്രയമാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏത്? ഏകദേശം 1000 പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. കാട് എന്ന വാക്കിന്റെ പര്യായമല്ലാത്ത പദം ഏത്? അജലമാണ്. അജലം. അവതാരകൻ എന്നതിന്റെ സ്ത്രീലിംഗ രൂപം എന്താണ്? അവതാരകയാണ്. അവതാരക. അമെൻമെന്റ് എന്ന ഇംഗ്ലീഷ് പദത്തിന് തുല്യമായ മലയാള പദം ഭേദഗതി. ഭേദഗതി. ഭഗീരഥ പ്രയത്നം എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? അതികഠിനമായ പ്രവൃത്തി. ശരിയായ രൂപം ഏത്? ജഡം എന്നുള്ളതാണ് ശരി. മനസ്സ് എന്നതിന്റെ പര്യായ പദം ഏത്? മതിയാണ്. മതി. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ച 100 ചോദ്യങ്ങൾ. പൊതുവെ നിലവാരം കൂടിയ ചോദ്യങ്ങൾ തന്നെയാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ചത്. അത് ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയാവുമ്പോൾ നമുക്ക് അത് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ആൻസർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കാം.